നമസ്കാരം. വാർത്തകൾ വിശദമായി ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. നീലിവരും പരുപോലെ ഓടിവരും കെണ്ണാടി പോലെ വരും ടോണിക്കുട്ട. ഇന്നസെന്റിന് നാടിന്റെ അന്ത്യാഞ്ജലി. വീട്ടിൽ പൊതുദർശനം തുടരുന്നു. സംസ്കാരം നാളെ സെന്റ് തോമസ് കത്തീഡ്രലിൽ. പ്രിയതാരത്തിന് സിനിമാ ലോകത്തിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. അനുശോചിച്ച പ്രധാനമന്ത്രി, അന്ത്യാഞ്ജലി അർപ്പിച്ച മുഖ്യമന്ത്രി. ഔദ്യോഗിക വസതി ഒഴിയാൻ രാഹുൽ ഗാന്ധിക്ക് ലോക്സഭാ ഹൌസിംഗ് കമ്മിറ്റിയുടെ നോട്ടീസ്. രാഹുൽ വിഷയം പാർലമെന്റിൽ ഉയർത്തി പ്രതിപക്ഷം. അദാനി വിഷയത്തിൽ വീണ്ടും ചോദ്യങ്ങളുമായി രാഹുൽ ഗാന്ധി. മോദാനിയെന്ന് പരിഹാസം. വിശാല പ്രതിപക്ഷ സഖ്യത്തിനില്ലെന്ന് സിപിഎം. സഖ്യം സംസ്ഥാന സാഹചര്യങ്ങൾക്കനുസരിച്ചെന്ന് യെച്ചൂരി. രാഹുലിന്റെ സവർക്കർ പരാമർശത്തിനെതിരെ ഉദ്ധവ് താക്കറെ. ലൈഫ് മിഷൻ കോഴക്കേസിൽ സന്തോഷ് ഈപ്പന് ജാമ്യം. ജാമ്യാപേക്ഷയെ എതിർക്കാതെ ഇഡി. ജാമ്യം 1 ലക്ഷം രൂപയുടെ ബോണ്ടിൽ. മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ കേസിൽ 3 പേർ കുറ്റക്കാർ. 110 പേരെ വെറുതെ വിട്ടു. വിധി ആക്രമണം നടന്ന് 10 വർഷങ്ങൾക്ക് ശേഷം. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ കൊച്ചി കോർപ്പറേഷനിൽ ബജറ്റ് അവതരണം. മാലിന്യ സംസ്കരണത്തിന് പദ്ധതിയില്ലെന്ന് പ്രതിപക്ഷം. ബജറ്റ് കീറിയെറിഞ്ഞു. മേയർക്കെതിരായ അവിശ്വാസ പ്രമേയ ചർച്ച അടുത്ത മാസം. ബിൽക്കിസ് ബാനുവിന്റെ ഹർജിയിൽ കേന്ദ്രത്തിനും ഗുജറാത്ത് സർക്കാരിനും സുപ്രീംകോടതി നോട്ടീസ്. പ്രതികളെ മോചിപ്പിച്ചതിന്റെ രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശം. ഹർജി അടുത്ത മാസം 18-ന് പരിഗണിക്കും. ഇന്നസെന്റിന് നാടിന്റെ അന്ത്യാഞ്ജലി. ആവശ്യത്തിന് ഞാൻ മണിയടിക്കണ്ടല്ലോ, പിന്നെ ആരെ ഇപ്പൊ എന്റെ കൂടടിക്കും? ഇതുവരെ വളരെ ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട. എന്താ നിന്റെ വിഷമം? എന്റെ പേര് ബാലകൃഷ്ണൻ. അതാ നിന്റെ വിഷമം? അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തെങ്കിലും ഉണ്ടോ താഴോട്ടു പോരുമ്പോ. മലയാളത്തിന്റെ പ്രിയ നടൻ ഇന്നസെന്റിന് അന്തിമോപചാരം അർപ്പിച്ച് ജന്മനാടായ ഇരിങ്ങാലക്കുട. അഭിനയ പ്രതിഭയെ അവസാനമായി കാണാൻ ഇരിങ്ങാലക്കുടയിലെ വസതിയിലേക്ക് നിരവധി പേരാണ് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. മോഹൻലാൽ ഇരിങ്ങാലക്കുടയിലെ വസതിയിലെത്തി പ്രിയ സുഹൃത്തിനെ അവസാന നോക്കു കണ്ടു.
ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോഴും ആയിരങ്ങൾ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ടൗൺ ഹാളിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. CV അനുമോദ് ഇരിങ്ങാലക്കുടയിലെ വീട്ടിൽ നിന്നും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, പാർപ്പിടം എന്ന് പേരിട്ട ആ വീട്ടിൽ അവിടെ അന്ത്യനിദ്രയിലാണ് ഇന്നസെന്റ്. അവിടേക്ക് വാക്കുകളിൽ ഒതുക്കാനാകാത്ത സങ്കടവും പേറി ഏറ്റവും ഒടുവിലെത്തിയത് മോഹൻലാലാണ്. ഇപ്പോഴും നാട്ടുകാരുടെ വരവ് തുടരുകയാണോ? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? അനുമോദ് അല്പസമയത്തിനകം ചേരും. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മോഹൻലാൽ അവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുന്നതാണ്. ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ച 3 ഇടങ്ങളിലും അണമുറിയാത്ത ആളുകളുടെ പ്രവാഹമാണ്. ചലച്ചിത്ര ലോകം ഒന്നാകെ ഇന്നസെന്റിന് വിട നൽകാൻ ഒഴുകിയെത്തുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ എത്തി. ഏറ്റവും ഒടുവിൽ മോഹൻലാൽ ഇരിങ്ങാലക്കുടയിലെ വസതിയിലെത്തിയാണ് അന്തിമോപചാരം അർപ്പിച്ചത്. തന്റെ വാക്കുകളിൽ ഒതുക്കാനാകാത്ത സങ്കടമാണ് താൻ അനുഭവിക്കുന്നതെന്നാണ് ലാൽ നേരത്തെ ഈ ഇന്നസെന്റിന്റെ മരണത്തോട് പ്രതികരിച്ചത്. ഇപ്പോൾ അനുമോദ് നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, ഏറ്റവും ഒടുവിൽ മോഹൻലാൽ അവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഇപ്പോഴും നാട്ടുകാരുടെ ഉറ്റവരുടെ വരവ് തുടരുകയാണോ? എത്ര നേരം വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും? ഒരു പ്രവാഹം തന്നെയാണ് നമുക്ക് ഈ സമയത്തിൽ കാണുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഇരിങ്ങാലക്കുടയിലെ ടൗൺ ഹാളിലേക്ക് ആളുകൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അഞ്ജലിയുടെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് മാറ്റിയത്. ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കാണുവാനുള്ള ആളുകളുടെ തിരക്ക് വർദ്ധിച്ചു വരുന്ന അവസ്ഥയാണ്. ഇതിൽ നേരത്തെ നമ്മൾ കണ്ടു, മോഹൻലാലും അതേപോലെ തന്നെ മറ്റ് പ്രമുഖ നടന്മാരും എല്ലാം തന്നെ വസതി അദ്ദേഹം അന്തിമോപചാരം അർപ്പിച്ചു. മോഹൻലാൽ വളരെ ദുഃഖിതനായിട്ടാണ് ഇന്നസെന്റിന് അന്തിമോപചാരം അർപ്പിക്കുന്നത് നമ്മൾ കണ്ടത്. അതുപോലെ ഷാജി കൈലാസ് കുടുംബസമേതം ഇവിടെ എത്തിയിരുന്നു. മലയാള സിനിമയിലെ ഒട്ടുമിക്ക പ്രമുഖ താരങ്ങളും ഇരിങ്ങാലക്കുടയിലും കൊച്ചിയിലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിലുമായി ഇന്നസെന്റിന് അന്തിമോപചാരം അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാട്ടുകാരുടെ വലിയ ഒരു ഒഴുക്ക് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ നിയന്ത്രണങ്ങളും മറികടന്ന് ആളുകൾ തിരക്കി ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത്. ഫിനിറ്റോം നടൻ ഫിനിറ്റോമപ്പോൾ ഇന്നസെന്റിന്റെ വസതിയിലെത്തി ഇന്നസെന്റിന് അന്തിമോപചാരം അർപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വലിയൊരു തിരക്ക് കഴിഞ്ഞ കുറെ മണിക്കൂറുകളിലായി നമ്മൾ കാണുന്നതാണ്. ഇന്നസെന്റിനെ കാണാനും അദ്ദേഹത്തിന് അവസാനമായിട്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആളുകൾ പല ഭാഗങ്ങളിലായി ഒഴുകി വന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിന് വണങ്ങി തിരിച്ചു പോകുന്നത്. സുരേഷ് ഗോപിയും ഇപ്പോൾ ഇവിടെ നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി ഇന്നസെന്റിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇദ്ദേഹത്തിന്റെ വസതിയിലെത്തിയിരിക്കുന്നു. സുരേഷ് ഗോപി
ഒന്ന് മാറി പ്രമുഖ താരങ്ങളൊക്കെയും ഇരിങ്ങാലക്കുടയിലെ വസതിയിലെത്തി പ്രിയ സുഹൃത്തിന് സഹപ്രവർത്തകന് വിട ചൊല്ലുന്നതാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും ഒടുവിൽ സുരേഷ് ഗോപി കൂടി എത്തി അന്തിമോപചാരം അർപ്പിച്ചു മടങ്ങുന്നു. ഇപ്പോൾ സലീം കുമാർ എത്തുന്നു. നേരിട്ട് കാണുന്നില്ല എന്ന് സലീം കുമാർ പറഞ്ഞതായി വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ നേരിട്ട് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സലീം കുമാറും എത്തുന്നു. പോരാ പോരാ ഒന്നിറങ്ങ ഹലോ ഒന്ന് പറയുക സലീം കുമാറും അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയതാണ് നമ്മൾ കണ്ടത്. അനുമോദ് അവിടെ നിന്ന് തുടരുന്നുണ്ട്. അനുമോദ്, മലയാള ചലച്ചിത്ര ലോകത്ത് ഇനി ഇന്നസെന്റിനെ യാത്രയയക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടോ എന്നറിയില്ല. അത്രമാത്രം ആളുകൾ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയറിഞ്ഞ് പൊതുദർശനം ഒരുക്കിയിരുന്ന പലയിടങ്ങളിലേക്കായി എത്തിയിരിക്കുന്നു. ഇപ്പോഴും വലിയ തിരക്ക് നമുക്കവിടെ കാണാം. സാധാരണക്കാർ ഉൾപ്പെടെ നാട്ടുകാർ ഉൾപ്പെടെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. പൊതുദർശനം നീളാനാണോ സാധ്യത? ഇന്ന് രാത്രി മുഴുവൻ ഇന്നസെന്റിന്റെ വസതിയിൽ അവർക്ക് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സാധിക്കും. നാളെ പുലർച്ചെ 8 മണിക്ക് ശേഷമാണ് ഇത് ശുശ്രൂഷ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അതുവരേക്കും ഈ ഇരിങ്ങാലക്കുടയിലെ ഈ വസതിയിലെത്തി ആളുകൾക്ക് ഇന്നസെന്റിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കഴിയും. പക്ഷേ ആളുകളുടെ ഈ തിരക്ക് അത് ഈ ഒരു വൈകിയ സമയത്തും തുടരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപർണയാണിപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിച്ച് നടന്നു നീങ്ങിയിരിക്കുന്നത്. മലയാള സിനിമയിലെ നേരത്തെ ഇടത് സൂചിപ്പിക്കുന്നത് മലയാള സിനിമയിലെ വ്യത്യസ്ത താരങ്ങളും ഇതിനോടകം തന്നെ ഇന്നസെന്റിന് അന്ത്യാഞ്ജലി അർപ്പിച്ചിട്ടുണ്ട്. കൊച്ചിയിലും ഇരിങ്ങാലക്കുട ടൗൺ ഹാളിലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിലുമായി മലയാള സിനിമാ ലോകത്തെ പ്രമുഖ താരങ്ങളെല്ലാം തങ്ങളുടെ പ്രിയപ്പെട്ട ഇന്നസെന്റ് ചേട്ടന് അന്ത്യാഞ്ജലി സാധാരണക്കാരും സിനിമാ താരങ്ങൾ മാത്രമല്ല സാധാരണക്കാരും നിരവധി ഈ നാട്ടുകാരായിട്ടുള്ളവരും ഈ നാട്ടിൽ പുറത്തുള്ളവരും എല്ലാം അവസാനമായി കാണുവാനായി വലിയ കാഴ്ചയാണ് നമുക്ക് ഇരിങ്ങാലക്കുടയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. പോലീസും അതുപോലെ തന്നെ സ്വകാര്യ സെക്യൂരിറ്റി സർവീസ് അംഗങ്ങളുമെല്ലാം തന്നെ പണിപ്പെട്ടാണ് ആളുകളെ അദ്ദേഹത്തിന്റെ പേടകത്തിന് അടുത്ത് പോലീസ് വലയം തീർത്തും ആളുകളെ ശ്രദ്ധിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നേരത്തെ ബംഗാളി വന്നപ്പോഴും വന്നപ്പോഴും ഒക്കെ ഏറെ പണിപ്പെട്ടാണ് ബുദ്ധിമുട്ടിയാണ് അവർക്ക് ഉള്ളിൽ പ്രവേശിക്കുവാനും എത്രമാത്രം ജനത്തിരക്ക് ഇരിങ്ങാലക്കുടയിൽ അനുഭവപ്പെടുന്നുണ്ട്. രാത്രി മുഴുവൻ അതിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ട്. എങ്കിൽ പോലും ആളുകളെല്ലാം ഇവിടേക്ക് ഒഴുകി എത്തുന്ന അവസാനമായി നോക്കുകയാണ് അന്തിമോപചാരം അർപ്പിക്കാൻ ഒരു തർക്കം തീർച്ചയായും അനുമോദ്, വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് മനസ്സിലാകും. അനുമോദിന്റെ ശബ്ദം പോലും ബ്രേക്കായി മാത്രമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അത്രമാത്രം തിരക്കും ബഹളവും അവിടെ അനുഭവപ്പെടുന്നുണ്ട്. പ്രിയ നടന്
അന്തിമോപചാരം അർപ്പിക്കാൻ ചലച്ചിത്ര മേഖലയിലെ ഒട്ടുമിക്ക ആളുകളും അവിടേക്ക് എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. മലയാള ചലച്ചിത്ര ലോകത്തിന് ആരായിരുന്നു ഇന്നസെന്റ്, ഇരിങ്ങാലക്കുടക്കാർക്ക് ആരായിരുന്നു ഇന്നസെന്റ് എന്ന് കാണിക്കുന്നതാണ് ഇരിങ്ങാലക്കുടയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നുമുള്ള ഈ ദൃശ്യങ്ങൾ. പ്രമുഖർക്കുൾപ്പെടെ ഉള്ളവർക്ക് പോലും അവിടേക്ക് ഭൗതിക ശരീരം ഇരിക്കുന്ന അടുത്തേക്ക് എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നു. അത്രമാത്രം തിരക്ക് അവിടെയുണ്ട്. തങ്ങളിൽ ഒരുവനായ പ്രമുഖനായ നടനെ, എം പി ആയിരുന്ന വ്യക്തിയെ, രാഷ്ട്രീയക്കാരനായിരുന്ന വ്യക്തിയെ, അങ്ങനെ അപ്പോൾ പോലും ജീവിതത്തിൻ്റെ പല തലങ്ങളിലെത്തുമ്പോൾ പോലും തങ്ങളിൽ ഒരുവനായി തുടർന്ന അത്രയും അടുപ്പം തങ്ങളോട് സൂക്ഷിച്ച ഇന്നസെന്റിനെ കാണാൻ നാട്ടുകാർ അവരുടെ വലിയ കൂട്ടം അവിടേക്ക് എത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. രാത്രി വൈകിയും പൊതുദർശനം തുടരും എന്നതാണ് CV അനുമോദ് അവിടെ നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. മലയാളത്തിന്റെ പ്രിയ നടൻ ഇന്നസെന്റിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് കേരളം. ജീവിതത്തിന്റെ നാനാതുറകളിലുള്ള ആയിരങ്ങൾ അവസാനമായി ഒരു നോക്ക് കാണാൻ കൊച്ചി കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തി. അരനൂറ്റാണ്ടുകാലം മലയാള സിനിമയിൽ നിറഞ്ഞുനിന്ന അഭിനയ പ്രതിഭയുടെ ഓർമ്മയിലാണ് മലയാളികൾ. വർഷത്തെ ഓർമ്മകൾ ബാക്കിയാക്കി കർമ്മഭൂമികയായ കൊച്ചിയോട് ഇന്നസെന്റ് വിട പറഞ്ഞു. ഉറ്റ സുഹൃത്തുക്കളുടെ അകമ്പടിയോടെ ലേക്ക് ഷോർ ആശുപത്രിയിൽ നിന്നും രാവിലെ 8:30 മണിയോടെയാണ് ഇന്നസെന്റിന്റെ ഭൗതിക ശരീരം കടവന്ത്രയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തിച്ചത്. മന്ത്രിമാരായ P. രാജീവ്, K. രാജൻ, R. ബിന്ദു തുടങ്ങിയവരും സിനിമയിലെ വിപുലമായ താരനിരയും ഭൗതിക ശരീരം ഏറ്റുവാങ്ങി. കഴിഞ്ഞ 10 വർഷമായി ജീവിതത്തിനോടുള്ള ഒടുങ്ങാത്ത ദാഹം കൊണ്ട് ഇന്നച്ചേട്ടൻ എല്ലാ മരണത്തിന്റെ മുഹൂർത്തങ്ങളെ അതിജീവിച്ചു. ആ പ്രതീക്ഷ വീണ്ടും മലയാളിക്കുണ്ടായിരുന്നു. മാരകമായ രോഗവും മരണവും എല്ലാം അതിനെയൊക്കെ വളരെ ഗൗരവത്തോടെ മാത്രം കണ്ട് നിരാശയിലേക്ക് പോകുമായിരുന്ന ആളുകളുടെ മുമ്പിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അതിനെ ചിരിച്ചുകൊണ്ട് നേരിടാൻ അദ്ദേഹം പഠിപ്പിക്കുന്നതാണ്. എത്രയോ വർഷം ഓർമ്മിക്കാൻ വേണ്ടി, ചിരിക്കാനും വേണ്ടി തന്നിട്ടാണ് ഇന്നസെന്റ് പോയത്. ആ പോക്ക് വല്ലാത്തൊരു മലയാളിയുടെ മനസ്സിൽ മുഴുവൻ നൊമ്പരം വെച്ചിട്ടാണ് അദ്ദേഹം പോയത്. ചിരി മാത്രമല്ല, അദ്ദേഹം ഒരു ചിന്തകനാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. കാരണം ഓരോ തമാശയ്ക്കുള്ളിലും അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ആഴമേറിയ ചില ചിന്തകളാണ് എന്നെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. അന്തിമോപചാരം അർപ്പിക്കാനെത്തിയവർ വിങ്ങലടക്കാൻ പാടുപെട്ടു. നൂറുകണക്കിന് സാധാരണക്കാരാണ് പ്രിയ നടന് അവസാനമായി കാണാൻ എത്തിയത്. 11:45 പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ മൃതദേഹം വിലാപയാത്രയായി ഇരിങ്ങാലക്കുടയിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് 18 കൊച്ചി. ജനജീവിതത്തിൽ നർമ്മം നിറച്ച നടനാണ് ഇന്നസെന്റ്. എക്കാലവും ഇന്നസെന്റ് ഓർമ്മിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുൻ MP കൂടിയായ അദ്ദേഹം ജനങ്ങളെ ആവേശഭരിതരാക്കിയെന്നും മോദി ട്വീറ്റ് ചെയ്തു. ഇന്നസെന്റിന്റെ വിയോഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനും അനുശോചിച്ചു. എല്ലാ രംഗത്തും തിളങ്ങി ആണ് അദ്ദേഹം നിന്നിരുന്നത്. ജനപ്രതിനിധിയായി വന്നപ്പോഴും ഞങ്ങളെല്ലാമായി വളരെ സൗഹൃദം കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹം പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു. തീർച്ചയായിട്ടും എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ ക്യാൻസർ രോഗബാധിതരായ ആളുകൾക്ക്, അദ്ദേഹത്തിന് ക്യാൻസർ രോഗം വന്നതിന് ശേഷം അദ്ദേഹം കൊടുത്തൊരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഒരുപാട് പേര് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അസുഖബാധിതനായി അദ്ദേഹം അതിനെ മറികടന്ന ആ ഒരു കഥ വളരെ സരസമായി എല്ലാവരിലേക്കും അത് പകർന്നു കൊടുത്തുകൊണ്ട് ഒരുപാട് രോഗികളായ ആളുകൾ, തളർന്നുപോയ ആളുകൾ, ജീവിതത്തിൽ ഇനി ഒരു ലക്ഷ്യവുമില്ല എന്ന് വിചാരിച്ച് വിഷമിച്ച് നിന്നിരുന്ന ആളുകൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുത്ത് അവരവരുടെ വിൽ പവറാണ് ഈ രോഗത്തെ മറികടക്കാനുള്ള ഏറ്റവും വലിയ ആയുധമെന്ന് ഒരുപാട് രോഗികൾക്ക് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ജീവചരിത്രപരമായ രീതിയിലുള്ള വിശദീകരണങ്ങളുമെല്ലാം ഈ കേരളത്തിലെ നന്മയെയാണ് പ്രദാനം ചെയ്തിട്ടുള്ളത്.
ഇന്നസെന്റിന്റെ ജീവിതത്തെക്കുറിച്ച് ഏറ്റവും അധികം പറഞ്ഞത് ഇന്നസെന്റ് തന്നെയാകും. ജീവിതവും ചിരിയും പുസ്തകങ്ങളിലൂടെയും അഭിമുഖങ്ങളിലൂടെയും കറയില്ലാതെ പങ്കുവെച്ച പച്ച മനുഷ്യനായിരുന്നു ഇന്നസെന്റ്. സിനിമയ്ക്ക് പുറമേയും ഇന്നസെന്റ് വ്യത്യസ്ത റോളുകളിൽ തിളങ്ങി. ഞാനാണ് ശിശുപാലൻ, ചൈൽഡ് സ്പെഷ്യലിസ്റ്റ്, MDS. ഗുഡ് മോർണിംഗ്. പ്രഭാകരൻ നായർ പറഞ്ഞയച്ചിട്ട് വന്നതാണ്. കുട്ടിയെ നോക്കാൻ വേണ്ടി വന്നതാണല്ലേ? അതെ. കുട്ടിയുടെ മദർ ടങ് എന്താണ്? ഇതുവരെ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. കുട്ടിക്ക് എന്ത് പ്രായം വരും? ഉദ്ദേശം 7-8 മാസം വരും. 8ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രം കൈമുതലായുള്ള ഇന്നസെന്റ് സിനിമയിൽ എത്തിയില്ലായിരുന്നുവെങ്കിൽ ആരാകുമായിരുന്നു? ഒന്നാമത്തെ ഉത്തരം രാഷ്ട്രീയക്കാരൻ എന്നായിരിക്കും. RSPയുടെ ജില്ലാ സെക്രട്ടറിയായിരുന്നു ഇന്നസെന്റ്. ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി കൗൺസിലറായി ജനപ്രതിനിധിയുടെ റോളിൽ. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും രാഷ്ട്രീയത്തിൽ മടങ്ങിയെത്തി പാർലമെന്റിലേക്ക്. മരണം വരെ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുമെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇന്നസെന്റ് എന്ന രാഷ്ട്രീയക്കാരൻ. ഇടതുപക്ഷ ജനാധിപത്യമുന്നണിയുടെ ധർമ്മനിരതനായ മുന്നണി സാരഥി, ഗംഭീര ഭൂരിപക്ഷങ്ങളുടെ വിജയത്തിൽ കിടന്നുകൊണ്ട് ആദരണീയനായ ബഹുമാന്യനായ ചാലക്കുടിയ ധർമ്മനിരതനായ മുന്നണി സാരഥി. 10-30 വർഷമായി നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ TV കാണുമ്പോൾ എന്നെ കാണാറുണ്ട് എന്ന് എനിക്കറിയാം. നിങ്ങളൊക്കെ എന്റെ മുഖത്ത് നോക്കി ചിരിക്കുമ്പോൾ ഏതാണ്ട് സ്വന്തം വീട്ടിലുള്ളവർ എന്നോട് പെരുമാറുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, നേരം വെളുത്ത് വൈകുന്നേരം ആകുന്നത് വരെ TV-യിൽ എപ്പോഴെങ്കിലും ഞാൻ പ്രത്യക്ഷപ്പെടും. സിനിമയിൽ എത്തിയില്ലായിരുന്നുവെങ്കിൽ ഇരിങ്ങാലക്കുടയിൽ തൃശൂർ ഭാഷ സംസാരിക്കുന്ന കച്ചവടക്കാരന്റെ റോളിലാകും ഇന്നസെന്റ്. 8ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച് കച്ചവടക്കാരനായി. തീപ്പെട്ടി കമ്പനി, തുകൽ കച്ചവടക്കാരൻ, വോളിബോൾ കോച്ച്, ചീപ്പും സോപ്പും കണ്ണാടിയും വിൽക്കുന്നയാൾ. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ഈ റോളിലൊക്കെ കൈപൊള്ളിയിട്ടുണ്ട് ഇന്നസെന്റിന്. സംവിധായകൻ സിദ്ദിഖ് അതേക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ: ഇന്നസെന്റ് ഒരു എഴുത്തുകാരനാകുമെന്നായിരുന്നു. ബഷീറിനെയും വീക്കേനിനെയും പോലൊരു എഴുത്തുകാരൻ. ക്യാൻസർ വാർഡിലെ ചിരി, ഈ ലോകം, അതിലൊരു ഇന്നസെന്റ്, മഴക്കണ്ണാടി, ചിരിക്കു പിന്നിൽ, ഞാൻ ഇന്നസെന്റ്, ദൈവത്തെ ശല്യപ്പെടുത്തരുത്. ഇങ്ങനെ ചിരിച്ചും ചിന്തിപ്പിച്ചും എഴുതിയ പുസ്തകങ്ങൾ. ക്യാൻസർ രോഗികൾക്ക് ഇന്നസെന്റിന്റെ പുസ്തകങ്ങൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ക്ഷണിക്കാതെ വന്ന അർബുദത്തിനു മുന്നിൽ തലകുനിക്കാതെ ഇന്നസെന്റ് ചിരിയുടെ പ്രസിഡന്റായി തുടർന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇടവേള. വാർത്തകൾ തുടരുന്നു. MP സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിയതിന് പിന്നാലെ ഔദ്യോഗിക വസതിയൊഴിയാൻ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ്. തുഗ്ലക് ലൈനിലെ 12ാം നമ്പർ വസതിയൊഴിയാനാണ് ലോക്സഭാ ഹൌസിംഗ് കമ്മിറ്റിയുടെ നോട്ടീസ്. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം. ലോക്സഭ സമ്മേളിച്ച ഉടനെ നടുത്തളത്തിലിറങ്ങിയ കോൺഗ്രസ് അംഗങ്ങൾ സ്പീക്കർക്ക് നേരെ പേപ്പറുകൾ കീറിയെറിഞ്ഞു. പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ പിരിഞ്ഞു. പ്രതിഷേധ സൂചകമായി കറുപ്പ് വസ്ത്രം അണിഞ്ഞാണ് പ്രതിപക്ഷ MPമാർ ഇന്ന് സഭയിലെത്തിയത്. വിജയ് ചൌക്കിൽ കോൺഗ്രസിന് പുറമെ DMK, CPM, CPI, തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പ്രതിപക്ഷ കക്ഷികളും പ്രതിഷേധത്തിൽ അണിചേർന്നു. പ്രധാനമന്ത്രി ഇന്ത്യൻ ജനാധിപത്യത്തെ ചവിട്ടിമെതിക്കുകയാണെന്ന് മല്ലികാർജുൻ ഖാർഗെ വിമർശിച്ചു. संविधान को बचाओ, कानून के तहत हुकूमत करो, और इसीलिए हम ये चाहते हैं कि जब कानून को अब हाथ में लेंगे तो देश में डेमोक्रेसी बर्बाद हो जाएगी और किसी को आजादी नहीं रहेगी, ना बोलने की आजादी. യൂത്ത് കോൺഗ്രസിന്റെ പാർലമെന്റ് മാർച്ചിൽ സംഘർഷമുണ്ടായി. അതേസമയം അദാനി വിഷയത്തിൽ വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിച്ച രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് LIC, SBI, EPFO തുടങ്ങിയ എല്ലാ വിരമിക്കൽ ആനുകൂല്യങ്ങളും അദാനി കമ്പനികളിലേക്ക് പോകുന്നതെന്ന് ചോദ്യം. ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് അന്വേഷണമില്ലെന്നും അദാനിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് ഭയം എന്തിനെന്നും രാഹുൽ ട്വീറ്റ് ചെയ്തു. മാപ്പു പറയാൻ സവർക്കർ അല്ല ഗാന്ധിയാണെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ രംഗത്ത്. സവർക്കർ ദൈവമാണെന്നും സവർക്കറെ അപമാനിക്കുന്നതിൽ നിന്ന് രാഹുൽ ഗാന്ധി വിട്ടുനിൽക്കണമെന്നും ഉദ്ധവ് താക്കറെ ആവശ്യപ്പെട്ടു. ഇത്തരം പരാമർശങ്ങൾ തുടർന്നാൽ പ്രതിപക്ഷ സഖ്യത്തിന് വിള്ളലുണ്ടാകുമെന്നും ഉദ്ധവ് താക്കറെ മുന്നറിയിപ്പ് നൽകി.
2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ വിശാല സഖ്യമില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. സംസ്ഥാന സാഹചര്യങ്ങൾക്കനുസരിച്ചാകും സഖ്യങ്ങൾ തീരുമാനിക്കുക. കേരളത്തിൽ മത്സരം UDF-ഉം LDF-ഉം തമ്മിലാണെന്നും രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിനെ അപലപിക്കുന്നുവെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. അയോഗ്യനാക്കിയ വിജ്ഞാപനം പിൻവലിക്കാത്ത ലോക്സഭാ സെക്രട്ടേറിയറ്റ് നടപടിക്കെതിരെ ലക്ഷദ്വീപ് മുൻ MP മുഹമ്മദ് ഫൈസൽ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ഇന്ന് കോടതി നടപടികൾ ആരംഭിച്ച ഉടനെ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് ഫൈസലിന്റെ ആവശ്യം ചീഫ് ജസ്റ്റിസ് അംഗീകരിക്കുകയായിരുന്നു. വിചാരണ കോടതി വിധിച്ച ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം റദ്ദാക്കിയിരുന്നു. എന്നാൽ അംഗത്വം പുനഃസ്ഥാപിക്കാത്തതിനാൽ മുഹമ്മദ് ഫൈസലിന് പാർലമെന്റിൽ പ്രവേശിക്കാനായിട്ടില്ല. പ്രതികളെ ജയിൽ മോചിതരാക്കിയതിനെതിരെ ബിൽക്കിസ് ബാനു നൽകിയ ഹർജിയിൽ കേന്ദ്രത്തിനും ഗുജറാത്ത് സർക്കാരിനും സുപ്രീംകോടതി നോട്ടീസ്. പ്രതികളെ ജയിൽ മോചിതരാക്കിയതിനെതിരെയായിരുന്നു ഹർജി. ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഏപ്രിൽ 18-ന് ഹർജി സുപ്രീംകോടതി പരിഗണിക്കും. കൈക്കൂലി കേസിൽ പ്രതിയായ കർണാടകയിലെ BJP MLA MV രൂപാക്ഷപ അറസ്റ്റിൽ കർണാടക ലോകായുക്ത പോലീസാണ് അറസ്റ്റ് ചെയ്തത്. വിരൂപാക്ഷപയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് നടപടി. നേരത്തെ കരാറുകാരിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടെ മകൻ അറസ്റ്റിലായിരുന്നു. 40 ലക്ഷം രൂപയുമായിട്ടായിരുന്നു മകൻ പ്രശാന്ത് ലോകായുക്ത ഉദ്യോഗസ്ഥരുടെ പിടിയിലായത്. പിന്നാലെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ 6 കോടി രൂപ പിടിച്ചെടുത്തിരുന്നു. ആഫ്രിക്കയിലെ നമീബിയയിൽ നിന്നെത്തിച്ച ചീറ്റകളിലൊന്ന് ചത്തു. കുന്യോ ദേശീയ ഉദ്യാനത്തിൽ കഴിയുകയായിരുന്ന സാക്ഷ എന്ന ചീറ്റയാണ് ചത്തത്. ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് ചീറ്റയ്ക്ക് വൃക്കയിൽ അണുബാധയുണ്ടായിരുന്നു എന്നാണ് അധികൃതർ പറയുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് നമീബിയയിൽ നിന്ന് 8 ചീറ്റപ്പുലികളെ ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. അരിക്കൊമ്പനെ തളയ്ക്കാൻ മുന്നൊരുക്കം. അരിക്കൊമ്പൻ ദൌത്യം വൈകുന്നതിൽ ഇടുക്കിയിൽ പ്രതിഷേധം തുടരുന്നു. പൂപ്പാറയിൽ ദീപം തെളിയിച്ച് CPM പ്രവർത്തകർ പ്രതിഷേധിച്ചു. ശാന്തൻപാറ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾ പങ്കെടുത്തു. ജനാധിപത്യ വിരുദ്ധത കോൺഗ്രസിനെതിരെ വരുമ്പോൾ മാത്രം അവർ പ്രതികരിക്കുന്നുവെന്ന് കുറ്റപ്പെടുത്തി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ലക്ഷദ്വീപ് അയോഗ്യത കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല. മനീഷ് സിസോദിയ, കവിത എന്നിവർക്കെതിരായ നിലപാടിലും കോൺഗ്രസിന് പ്രതിഷേധമില്ല. രാഹുലിന്റെ അയോഗ്യത മാത്രമാണ് കോൺഗ്രസിന് പ്രശ്നം. ഏത് പാർട്ടി, ഏത് നേതാവ് എന്ന് നോക്കിയല്ല CPM പ്രവർത്തിക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വയനാട് തെരഞ്ഞെടുപ്പ് വന്നാൽ കോൺഗ്രസിനെ എതിർക്കുന്ന നിലപാടായിരിക്കും CPM സ്വീകരിക്കുക. എന്നാൽ CPMന്റെ ഒന്നാമത്തെ ശത്രു കോൺഗ്രസ് അല്ല, BJP ആണെന്നും CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ ജനാധിപത്യ ധ്വംസനങ്ങളെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുക എന്ന നിലപാട് സ്വീകരിക്കുന്നില്ല. മോദിക്കും സംഘപരിവാറിനുമെതിരെ പ്രതിഷേധിക്കുമ്പോൾ കേരള പോലീസിന് ഹാലിളകുന്നതെന്തിനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതിഷേധിക്കുന്നവരെ ആക്രമിക്കാൻ പോലീസ് നിരന്തരം ശ്രമിക്കുന്നത് സംസ്ഥാന ഭരണ നേതൃത്വത്തിന്റെ അറിവോടെയാണ്. മോദിക്കും സംഘപരിവാറിനുമെതിരായ ഒരു പ്രതിഷേധവും കേരളത്തിൽ അനുവദിക്കില്ലെന്ന നിലപാട് മുഖ്യമന്ത്രിയും LDF സർക്കാരും സ്വീകരിക്കുന്നത് എന്തുകൊണ്ടെന്നും സതീശൻ ചോദിച്ചു. കോൺഗ്രസിന്റെയും UDFന്റെയും പ്രതിഷേധങ്ങളെ അടിച്ചൊതുക്കി മോദിയെയും BJPയെയും സന്തോഷിപ്പിക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ലൈഫ് മിഷൻ കോഴക്കേസിൽ സന്തോഷ് ഈപ്പന് ജാമ്യം. കല്ലൂരിലെ പ്രത്യേക കോടതിയുടേതാണ് നടപടി. സന്തോഷ് ഈപ്പന്റെ ജാമ്യാപേക്ഷയെ ED എതിർത്തില്ല. 6 ദിവസം ED കസ്റ്റഡിയിൽ സന്തോഷ് ഈപ്പനെ ചോദ്യം ചെയ്തിരുന്നു. 1 ലക്ഷം രൂപയുടെ ബോണ്ടിലാണ് കോടതി ജാമ്യം അനുവദിച്ചത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ കേസിൽ 3 പേർ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചു. ദീപക്, COT നസീർ, ബിജു പറമ്പത്ത് എന്നിവരെയാണ് കുറ്റക്കാരെന്ന് കണ്ണൂർ
അസിസ്റ്റന്റ് സെഷൻസ് കോടതി കണ്ടെത്തിയത്. 2013 ഒക്ടോബർ 27-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കണ്ണൂരിൽ വെച്ച് കാറിന് നേരെയുണ്ടായ കല്ലേറിൽ ഉമ്മൻചാണ്ടിക്ക് പരിക്കേറ്റിരുന്നു. കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്ന മുൻ MLA-മാരായ C. കൃഷ്ണൻ, KK നാരായണൻ അടക്കം 110 പേരെ കോടതി വെറുതെ വിട്ടു. സംഭവത്തിൽ ഗൂഢാലോചന കുറ്റവും വധശ്രമക്കുറ്റവും നിലനിൽക്കില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പൊതുമുതൽ നശിപ്പിക്കൽ നിയമപ്രകാരമാണ് മൂവരും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു. ഉമ്മൻചാണ്ടിയെ ആക്രമിച്ചു വധിക്കാൻ ശ്രമിച്ച കേസിലെ 3 പ്രതികളെ ശിക്ഷിച്ച ഒരു സംഭവം നടന്നിട്ടുണ്ട്. 3 പ്രതികൾ എന്ന് പറയുന്നത്, ഒന്ന് അതിലെ പ്രതികളായ 80-ാം പ്രതി COT നസീറും 88-ാം പ്രതി ദീപക്കും അതുപോലെ തന്നെ 99-ാം പ്രതി ബിജുവുമാണ്. അതിൽ ദീപക് എന്ന് പറയുന്നയാൾ ഒരു കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ട് ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന പ്രതിയാണ്. അദ്ദേഹം CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആണെന്നാണ്. പ്രതിപക്ഷ ബഹളത്തിനിടെ കൊച്ചി കോർപ്പറേഷൻ ബജറ്റ് അവതരിപ്പിച്ചു. യാഥാർത്ഥ്യബോധത്തോടെയുള്ളതാണ് ബജറ്റെന്ന് മേയർ M. അനിൽകുമാർ അവകാശപ്പെട്ടപ്പോൾ പഴയ പദ്ധതികൾ പോലും പൂർത്തീകരിക്കാൻ നിർദ്ദേശങ്ങളില്ലാത്തതും മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് വ്യക്തമായ പദ്ധതികൾ ഈ ബജറ്റിലും പറയുന്നില്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. മേയർക്കെതിരായ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം അടുത്ത മാസം ചർച്ചയ്ക്ക് വരും. ബ്രഹ്മപുരം തീപിടുത്തത്തെ ചൊല്ലി കഴിഞ്ഞ കുറേ നാളുകളായി തുടരുന്ന പ്രതിപക്ഷ പ്രതിഷേധം ഇക്കുറിയും നഗരസഭാ കൗൺസിൽ ഹാളിലേക്കെത്തി. ഡെപ്യൂട്ടി മേയർ KA അൻസിയ ബജറ്റ് അവതരണത്തിലേക്ക് കടന്നപ്പോൾ തന്നെ മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം കൗൺസിൽ ഹാളിന്റെ നടുത്തളത്തിലെത്തി. തുടർന്ന് ബജറ്റ് അവതരണം തീരും വരെയും പ്രതിഷേധ മുഖരിതമായി കൗൺസിൽ. UDF അംഗങ്ങൾക്കൊപ്പം BJPയും പ്രതിഷേധത്തിൽ അണിനിരന്നു. യാഥാർത്ഥ്യബോധത്തോടെയുള്ളതാണ് ബജറ്റെന്നും നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതികൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ പറഞ്ഞു. നഗരസഭ ഈ മാലിന്യ സംസ്കരണത്തിലെടുത്ത യു-ടേൺ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പല കാര്യങ്ങളിലും എടുക്കുകയാണ്. കൊച്ചി നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഡിവിഷൻ ഫണ്ട് അലോക്കേറ്റ് ചെയ്യാത്ത ബഡ്ജറ്റ് ഞങ്ങൾ ഫിനാൻസ് കമ്മിറ്റി ധൈര്യമായി അവതരിപ്പിച്ചു. ഞാൻ അതിന് ഡെപ്യൂട്ടി മേയറെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇന്ന് വരെ കൊച്ചി നഗരസഭയുടെ ചരിത്രത്തിൽ എല്ലാ ഡിവിഷനിലേക്കും ഡിവൈഡ് ചെയ്ത് ഫണ്ട് കൊടുക്കുന്ന രീതി ഇത്തവണ അവസാനിപ്പിച്ചു. സാമ്പത്തികമായ ഒരു അടിത്തറയിലേക്ക് പോകാൻ കഴിയുന്ന നിർദ്ദേശങ്ങളാണ് ആ ബഡ്ജറ്റിൽ ഉള്ളത്. അതേസമയം നഗരത്തിന്റെ പ്രതീക്ഷകളാണ് ബജറ്റ് ഇല്ലാതാക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. നാളിതുവരെ ഒന്നും ചെയ്യാതെ വീണ്ടും ജനങ്ങളെ വിഷപ്പുകയിലേക്ക് തള്ളിവിടുന്ന ഒരു ഭരണസമിതിയാണ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള തിരിച്ചടി ജനങ്ങളിൽ നിന്നുണ്ടാവും. അതോടൊപ്പം തന്നെ കൗൺസിലർമാരും ഞങ്ങളുടെ അവിശ്വാസത്തിന് കൂടെ നിൽക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മേയർക്കെതിരായ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയതിനു ശേഷമാണ് പ്രതിപക്ഷം കൗൺസിലിലേക്ക് എത്തിയത്. അടുത്ത മാസം 10-ന് കൗൺസിൽ യോഗം അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യും. ന്യൂസ് 18 കൊച്ചി. സിസ തോമസ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് നൽകിയ ഹർജിയിൽ വാദം പൂർത്തിയായി. കേസിൽ ബുധനാഴ്ച വിധി പറയും. 31-ന് സിസ തോമസ് സർവീസിൽ നിന്ന് വിരമിക്കും. അച്ചടക്ക നടപടി ഒഴിവാക്കാനാണ് സിസ തോമസ് സർക്കാരിനെതിരെ ട്രൈബ്യൂണലിനെ സമീപിച്ചത്. ഇനി മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. രാജ്യത്ത് കോവിഡ് രോഗബാധിതരുടെ എണ്ണത്തിൽ വർധന. ഒരു ദിവസത്തിനിടെ 1805 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രാഹുൽ ഗാന്ധിയുടെ പേരിൽ ഇടതു വലത് മുന്നണികൾ ഒന്നിച്ചുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. അഴിമതിക്കാരുടെ സംഗമമാണ് കേരളത്തിലെന്ന് സുരേന്ദ്രൻ. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ലാത്തിചാർജിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രോഹിത് കണ്ണന് തലയ്ക്ക് പരിക്കേറ്റു. വടകര അഴിയൂരിലെ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ സ്ഥലത്ത് തീപിടുത്തം. പുൽക്കാടിനാണ് തീപിടിച്ചത്. വടകരയിൽ നിന്നും മാഹിയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് തീയണച്ചു. ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ശബരിമലയിൽ പൈങ്കുനി ഉത്ര മഹോത്സവത്തിന് കൊടിയേറി. രാവിലെ 9:45-നും 10:45-നും മധ്യേയുള്ള മുഹൂർത്തത്തിലാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന പൈങ്കുനി മഹോത്സവത്തിന് കൊടിയേറ്റ് ചടങ്ങുകൾ നടന്നത്. സ്ത്രീകളുടെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതിന് CPM പുറത്താക്കിയയാൾ ആത്മഹത്യ ചെയ്ത നിലയിൽ. കൂത്തുപറമ്പ് സൗത്ത് മുൻ ലോക്കൽ കമ്മിറ്റി അംഗം M. മുരളീധരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
സ്പോർട്സ് വാർത്തയിലേക്ക്. ആദ്യമായി BCCIയുടെ വാർഷിക കരാറിൽ ഇടം പിടിച്ച സഞ്ജു സാംസൺ 1 കോടി രൂപ പ്രതിഫലം ലഭിക്കുന്ന സി ഗ്രേഡിലാണ് സഞ്ജുവിനെ ഉൾപ്പെടുത്തിയത്. 2022 ഒക്ടോബർ മുതൽ 2023 സെപ്റ്റംബർ വരെയുള്ള കരാറാണ് ഇത്. 7 കോടി രൂപ പ്രതിഫലം ലഭിക്കുന്ന A+ ഗ്രേഡിൽ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ജസ്പ്രീത് ബുംറ എന്നിവർക്കൊപ്പം രവീന്ദ്ര ജഡേജയെയും ഉൾപ്പെടുത്തി. 5 കോടി രൂപ ലഭിക്കുന്ന A ഗ്രേഡിലാണ് ഹാർദിക് പാണ്ഡ്യ, ഋഷഭ് പന്ത്, ഷമി, അശ്വിൻ, അക്സർ പട്ടേൽ എന്നിവർ. ഇന്നസെന്റുമായി ദൃഢമായ ആത്മബന്ധമാണ് ഉണ്ടായിരുന്നതെന്ന് നടൻ കോഴിക്കോട് നാരായണൻ നായർ. സിനിമയിലെ കഥാപാത്രങ്ങൾ പോലെ തന്നെ ഹാസ്യ സാമ്രാട്ടായിരുന്നു ജീവിതത്തിലും ഇന്നസെന്റ് എന്നും നാരായണൻ നായർ പറയുന്നു. അന്തരിച്ച നടൻ ഇന്നസെന്റുമായുള്ള ഓർമ്മകളെക്കുറിച്ച് പങ്കുവയ്ക്കുകയാണ് നടൻ കോഴിക്കോട് നാരായണൻ നായർ. നമസ്കാരം. ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയായിരുന്നു പൊതുവെ സിനിമാ മേഖലയിൽ? ഇന്നസെന്റ് ആയിട്ടുള്ള ബന്ധം ഒരു വർഷം കാലം ഉള്ള ഏർപ്പാടുകളല്ലേ സീരിയൽ പടത്തിന്റെ അഭിനയത്തിന്റെ. അപ്പൊ കുറെ വർഷങ്ങളോളം ഉണ്ടായിട്ടുണ്ട്. ഒരു പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് പോണ ആളല്ല. ഞാൻ 70 അഭിനയിക്കാൻ തുടങ്ങിയതാണ്. അതിന്റെ മുമ്പല്ല, എന്നാലും ഞാൻ വന്നിട്ട് അതിന്റെ ശേഷം കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ 10-50 വർഷത്തെ പഴക്കല്ലേ ഒരു അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. സാധാരണ എന്തെങ്കിലും എടുത്തു പറയാൻ പറ്റിയ ഓർമ്മകളുണ്ട് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ലൊക്കേഷനിൽ? അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ ഹിറ്റ്ലർ പറഞ്ഞ പടം ഒക്കെ കയ്യിലൊക്കെ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഞാൻ എത്ര പടം ആരൊക്കെയാണ് അഭിനയിക്കലെന്ന് ഞാൻ പെട്ടെന്ന് എനിക്കൊന്നും ഓർമ്മ ഉണ്ടാവുന്നില്ല. 75ഓളം പടങ്ങൾ ചെയ്തതാണ്. 100 പടം ചെയ്തിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. ലൊക്കേഷനിൽ ഇതേപോലെ ഭയങ്കര തമാശക്കാരനാണോ ഇന്നസെന്റ്? അയാളുടെ സ്ഥിരം അത് തന്നെയാണ് ആ ഹോബി. ഇന്നസെന്റിനെ കണ്ടാൽ ചിരിക്കാത്തവരുണ്ടാവില്ല. അതിൽ പോവുകയാണെങ്കിൽ ഗൗരവമായിട്ടുള്ള ഒരു ഇതെടുത്തിട്ട് പോവുകയാണെങ്കിലും ആൾക്കാർ ചിരിക്കും. കാരണം വെച്ചാൽ അങ്ങനെയാണ് ആളെ കണ്ടത്. എല്ലാ ദിവസങ്ങളിലും കാണുന്നത് അങ്ങനെയാണ്, TV അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്നത്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ പെട്ടെന്ന് പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ വിഷമമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ എത്രയോ പടങ്ങൾ അഭിനയിച്ചതാ. കണക്കൊന്നും ഞാൻ പറയാൻ കഴിയില്ല. കൂടുതലും ഒരു ഹാസ്യ സിനിമകളാണ്. എന്നാലും പിന്നെ ഇപ്പോൾ വല്യേട്ടൻ പോലുള്ള സിനിമയിലൊക്കെ നല്ല റോളായിരുന്നു അതിൽ. പിന്നെ നിങ്ങളുള്ള ഒരു സീനുകളൊക്കെ ഉണ്ട് ഒരുമിച്ചുള്ള. അതെ, വലിയേട്ടനിൽ ഒക്കെ നല്ല ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. വലിയൊരു ക്യാരക്ടർ, അതായത് വളരെ ഷാഠ്യം പിടിച്ചുള്ള ഒരാൾ തന്നെ. അപ്പം അത്രയൊക്കെയുള്ള ഇതൊക്കെയാണ് പടത്തിൽ പോയതാണെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട്. അടുപ്പായിരുന്നോ? നല്ല അടുപ്പായിരുന്നില്ല ആ സമയം? ഇന്നസെന്റ് ഒക്കെ ആയിട്ട് വളരെ അടുപ്പാണ്. ഇന്നസെന്റ് എന്നൊന്നും ആർക്കും ഒരു ഒന്നും പറയാൻ പറ്റില്ല ഇന്നസെന്റിനെ പറ്റിയിട്ട്. പക്ഷെ എല്ലാവരോടും അങ്ങനെയാണ്, ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ്. അതിപ്പോൾ സിനിമയിൽ വരുമ്പോൾ അതൊക്കെ ഇങ്ങനെ കിട്ടുന്നത് മാത്രം. എല്ലാവരും സാധാരണ മനുഷ്യന്മാർ തന്നെയാണ്. എന്നാലും പോയത് വലിയൊരു ഇൻഡസ്ട്രിക്ക് തന്നെ വലിയൊരു ദോഷമാണ്. ഇതൊക്കെ തന്നെയുള്ളൂ വേണ്ടു. ഏതായാലും ജനിച്ചാൽ മരണം നിശ്ചയമാണ്. എല്ലാ ദിവസവും എല്ലാവരും പോണ്ടി വരും, നമ്മളും പോണ്ടി വരും. അത് പെട്ടെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്നസെന്റിൻ്റെ ഇവിടുന്ന് പോവുകയാണ്. ഞാൻ പോയിട്ടോ, നിങ്ങൾ വന്നോളിട്ടോ എന്നിട്ട് പോയി, നേരത്തെ പോയി. എന്തായാലും ഇന്നസെന്റിന്റെ ഓർമ്മകളാണിപ്പോൾ കോഴിക്കോട് നാരായണൻ നായർ നമ്മോട് പങ്കുവച്ചത്. ക്യാമറാമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം S വിനേഷ് കുമാർ, News 18 കോഴിക്കോട്. രാജ്യത്തിന്റെ കുതിപ്പിനെ അടയാളപ്പെടുത്തുന്നതാണ് ഓരോ വർഷവും News 18 റൈസിംഗ് ഇന്ത്യ കോൺക്ലേവ്. ഇക്കുറിയും ഞങ്ങൾ ഏറെ പ്രതീക്ഷയോടെയും ആവേശത്തോടെയുമാണ് റിയൽ ഹീറോസ് എന്ന പ്രമേയത്തിൽ റൈസിംഗ് ഇന്ത്യയ്ക്ക് ഒരുങ്ങുന്നത്. രാജ്യത്തിന് അഭിമാനമായ വ്യക്തിത്വങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് ഇക്കുറി. നമ്മുടെ വികസന കുതിപ്പിന് വേഗം കൂട്ടുന്ന നവീന മാതൃകകൾ സൃഷ്ടിച്ചവരെ രാജ്യമെങ്ങുമുള്ള News 18 റിപ്പോർട്ടർമാർ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു. ഇന്ന് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ബോക്സിംഗ് താരം ആകാശ് ഗൂർഖ
ഉഷ ദുബെയെക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം. To recognize an opportunity and then put hard work to realize it is the trademark of true winners. The story of our fearless fighter Akash Gorkha is a testament to this. मैंने बॉक्सिंग 2010 या 11 में स्टार्ट किया था. मेरे साइड के ग्राउंड में एक कॉम्पिटिशन होती थी, मतलब हर साल होती थी, मतलब तो ऐसे ही वनडे टूर्नामेंट होता था. तो उसे देख के मतलब मेरे मन में आया कि मुझे भी बॉक्सिंग करना चाहिए. तब फिर एक बॉक्सिंग टूर्नामेंट का जो वनडे कंपटीशन का वो करते थे, उनसे जाके मैंने बात की थी. तो उनका एक क्लब है MIGS करके, तो वहाँ जाके मतलब बात की, तो धीरे धीरे इंटरेस्ट आने लग गया. Akash's father, who works as a watchman in a building, was a huge support in this journey, due to which Akash has now turned into a promising boxer with a bright future ahead. Today, Akash is a name in the boxing circles and has won many championships and awards, and is now preparing for the Commonwealth Games. With his passion and determination, Akash has made this family proud, and even Prime Minister Narendra Modi has mentioned him in Mann Ki Baat.